പരിശുദ്ധ മാതാവ് നൽകിയ ഒരു സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു: മക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല. നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കേണ്ടതിന് നിങ്ങൾ എന്നെ ക്ഷണിക്കുക. ജപമാല മണികൾ ഞാൻ ചലിപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ സ്വർഗീയ മാതാവിന്റെ കൂടെ പ്രാർത്ഥിക്കുന്ന മക്കളായി നിങ്ങൾ തീരും. അപ്പോൾ സാത്താന്റെയും അവന്റെ ദുഷ്ട സൈന്യത്തിന്റെയും ഭീകര സമരത്തിൽ നിങ്ങൾക്ക് എതിർത്തു നിൽക്കുവാൻ സാധിക്കും. സാത്താനെതിരെയുള്ള സുശക്തമായ ആയുധമാണ് ജപമാല. ജപമാല ചൊല്ലുമ്പോൾ സ്വർഗീയ നിവാസികളും പരിശുദ്ധ ത്രിത്വവും സന്തോഷിക്കും. നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണത്തിന്റെ അത്ഭുത കോട്ടകൾ കെട്ടപ്പെടും. മക്കളെ, ജപമാല എന്ന ആയുധം മുറുകെ പിടിക്കണം. സാത്താനെതിരെ പോരാടാനുള്ള ആയുധമാണ് ജപമാല. എല്ലാ മക്കളും മനമുരുകി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയേക്കാൾ വലിയ ശക്തിയില്ല. പ്രാർത്ഥനയിലൂടെ മാനസാന്തരത്തേക്ക് വരുന്ന മക്കൾ എന്നോടൊപ്പം സ്വർഗത്തിൽ സന്തോഷിക്കും. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വണക്കമാസം 7-ാം തീയതി. ദൈവമേ, അങ്ങ് സകല വിശുദ്ധരുടെയും വിശുദ്ധിയെ അതിലംഘിക്കുന്ന വിശുദ്ധിയുടെ പരിവേശത്താൽ പരിശുദ്ധ കന്യകയെ അലങ്കരിച്ചു. ഞങ്ങൾ ജ്ഞാനസ്നാന സ്വീകരണത്തിൽ ലഭിച്ച പ്രസാദവരത്തെ കളങ്കപ്പെടുത്താതെ നിർമ്മലമായ ജീവിതം നയിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അനുദിനം ഞങ്ങളുടെ ജീവിതാന്തസ്സിന്റെ ചുമതലകൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് ഉത്തരോത്തരം വിശുദ്ധിയിൽ പുരോഗമിച്ചുകൊണ്ട് അങ്ങേ ദിവ്യജനനിയെ ഞങ്ങൾ അനുഗമിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിയോഗ പ്രാർത്ഥന. എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മേ, നിന്നിൽ നിറഞ്ഞു നിന്നത് പരിശുദ്ധാത്മാവായിരുന്നുവല്ലോ. ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ കരുത്തേകണമേ. ആത്മീയ മേഖലകളിൽ ഹൃദയശുദ്ധതയോടെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ.